കേരളത്തിന് 10 രൂപയ്ക്ക് സാധനം ഉണ്ട്, പഞ്ചസാര ഉണ്ട്. ഷാലുവിന്റെ വീഡിയോ കണ്ടിട്ട് ഇവിടെ വന്നിട്ട് അമ്മ കാലത്ത് എത്തി ഞങ്ങൾ എത്തിട്ട് ഇത്ര വരെ തുറന്ന് 9 മണിക്ക് തുറന്നു ഉള്ളിൽ വരുമ്പോൾ 500 രൂപയുടെ സാധനം എടുത്ത് മാത്രമേ ഓഫറും വരുന്നു. 500 രൂപ സാധനം എടുത്താൽ 10 രൂപ. ഷോപ്പിന്റെ പേരെന്ത്? കൊളത്തിറക്കത്തല്ല, കൊളത്തിറക്കത്ത് ബ്രാഞ്ച്. കർണാടകത്ത് വന്ന് റംസാൻ മാസത്തിൽ വെറുതെ വന്നിട്ട് ഇവിടെ ഒന്നില്ല 500 രൂപ പർച്ചേസാക്കണോ ആദ്യമായിട്ട്, പിന്നാണ് 10 രൂപയ്ക്ക് പഞ്ചസാര. അത് 1 കിലോ തരുന്നത് തരുന്നല്ലോ. പഞ്ചസാര 10 കിലോ വാങ്ങി 1 കിലോ പഞ്ചസാരക്ക് 41 രൂപ പുറത്തുള്ളത്. ഇവിടെ 44 രൂപയ്ക്ക് 10 കിലോ പഞ്ചസാരക്ക് 440 രൂപ കൊടുത്ത് അതിന്റെ കൂടെ 440 രൂപന്റെ കൂടെ 10 രൂപന്റെ ഉള്ളി കൊടുത്ത്. അപ്പൊ ലാഭം ഏത്? പുറത്തുനിന്ന് വാങ്ങിയെങ്കിൽ 500 രൂപയുടെ സാധനം എടുക്കാനുണ്ട്. അതിന്റെ ഒരു ഫ്രണ്ട് പേജിൽ വരാൻ കാണിക്കട്ടെ. ഉണ്ട് ചേട്ടാ മുതലല്ലേ ആചാര മുതൽ ഇങ്ങോട്ട് വരിക. ഇവിടെ നിങ്ങോട്ടല്ലേ, നിങ്ങൾ അങ്ങോട്ട് പോകണ്ട. ഞങ്ങൾ 14 ഇതാ ഇതിലെല്ലാം 10 രൂപയുടെ സാധനങ്ങൾ. 10 രൂപയുടെ സാധനം ഞങ്ങൾ നിങ്ങൾ നിരത്തി വെക്കുന്നേനാ. ഇത് 10 രൂപയ്ക്ക് ഉള്ളി കൊടുത്തല്ലോ. അതിന്റെ ഉള്ളി ഇതിന്റെ ഓഫറിന്റെ ടിക്കറ്റ് ഇടണ്ട്. ഇപ്പൊ നിങ്ങൾ 500 രൂപ സാധനം ഇതല്ലേ എവിടെയാണ് 500 രൂപ സാധനം വാങ്ങിയാലോ? കാണാത്ത ഇന്നത്തെ മാർക്കറ്റ് റേറ്റ് പഞ്ചസാര 41 രൂപ ഉള്ളത് ഇവിടെ 44 രൂപ എടുക്കുന്നത്. 10 കിലോ പഞ്ചസാരക്ക് 440. അങ്ങനെ നോക്കുമ്പോ 1 കിലോ ഉള്ളിക്ക് വരും 1 കിലോ എടുത്ത് 30 രൂപ പഞ്ചാര എടുത്ത് ഓൾറെഡി. എന്നിട്ട് 10 രൂപ അധികം എടുക്കുക. എന്നിട്ട് ഓഫർ എന്ന് പറയുന്ന പേര് മറ്റുള്ള ആൾക്കാരും വന്നിട്ട് എല്ലാരും വന്നിട്ട് പോകുന്നുണ്ട്. ഈ ഷോപ്പിനെ കൊണ്ട് കേരളക്കാരെ പറയിപ്പിച്ച് കഴിഞ്ഞു കർണാടക താമന്ന ആൾക്കാർ അല്ല അല്ല കർണാടകരെ കൊണ്ട് കേരളക്കാരെ പറയിപ്പിച്ച് കഴിഞ്ഞു. അല്ല പഞ്ചാരക്ക് 41, ഉള്ളിക്കുള്ളത് 20 രൂപ. രാത്രി മൊബൈൽ നോക്കുമ്പോ സാലിന്റെ ഒരു വോയിസ് ഉണ്ട്. സാലുണ്ട് നമുക്ക് അറിയാലോ അത്ര ഓന്റെ വോയിസ് കേട്ട് വന്നതാണ്. 10 രൂപ ഉണ്ട്. അങ്ങനെ നമ്മൾ കാലത്ത് എത്തിയിട്ട് അമ്മയുടെ കട തുറന്നിട്ട് ഉള്ളിലേക്ക് പറയുമ്പോ പറയുന്നത് 500 രൂപയുടെ സാധനം എടുക്കണം. അന്നൊക്കെ 10 രൂപയ്ക്ക് തരാൻ പറയുന്നത്. ഓൻ എന്താ താഴെ പറഞ്ഞിട്ടുള്ള വാക്ക് ഓൻ പറയണ്ടല്ലേ, ഓന്റെ കർത്തവ്യമല്ല പറയേണ്ടത്. ഓൻ വീഡിയോ ആക്കിട്ട് ഓൻ പൈസ എടുത്തോണ്ട് പോയി ഓന്റെ കേസ് മാർച്ചില്ലേ വീടൊക്കെ പറ്റും. നമുക്ക് നമ്മളെ നഷ്ടം ഇപ്പോഴും സംഭവിച്ച പഞ്ചാരക്ക് റേറ്റ് എത്ര ഉണ്ട്? 44 രൂപ കിലത്തിന്. ഇവിടെ പുറത്ത് 41 രൂപ അല്ലേ, ഇവിടെ ഉള്ളിക്കുള്ളേ 20 രൂപ അല്ലേ. പിന്നെ ഇവർക്ക് 10 രൂപ ലാഭമുണ്ട് ഈ കടക്കാർക്ക്. ഉള്ളിന്റെ പൈസക്ക് വന്ന് ഉള്ളി ഫ്രീ ഉള്ളിന്റെ പൈസ പഞ്ചാരടി വന്ന് കണ്ടില്ല. ഇതാണ് ഇവിടെ ഇന്നത്തെ കൊളത്തിറക്കത്തെ ഹൈപ്പർ മാർക്കറ്റ് അവസ്ഥ. ജനങ്ങൾ മൊത്തം വന്നിട്ട് മടങ്ങി ഭയങ്കര വിഷമത്തോടെ മടങ്ങി പോവാണ്. കൊളത്തിറക്കത്ത് ഷോപ്പിലെ അവസ്ഥയാണ് ഇപ്പൊ കാണുന്നത്. ഷാലുവിന്റെ വീഡിയോ കണ്ടിട്ട് വന്ന ആൾക്കാരാണ് ഇത്രയെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഈ വീഡിയോ ദൃശ്യം കണ്ടപ്പോൾ വല്ലാത്ത മനസ്സിനെ വേദനിച്ചപ്പോൾ നിങ്ങളെ മുമ്പിൽ വരണമെന്ന് തോന്നി. കാരണം ഇത് വളരെ ഗൗരവമുള്ള വിഷയമാണ്.
നമുക്ക് 10 രൂപക്കാണ് ഇന്നലേക്ക് മാത്രം ഇങ്ങനൊരു ഓഫർ. കാരണം പഞ്ചസാര അതുപോലെ തക്കാളി പലതും 10 രൂപക്കാണ്. 1 kg 10 രൂപ എന്ന് പറയുമ്പോൾ ആരായാലും ഒന്ന് ആഗ്രഹിച്ചു പോകും. അതും ഒറ്റ ദിവസത്തേക്കെന്ന് പറയുമ്പോൾ പെട്ടെന്നാണ് ജനങ്ങൾ ആകർഷിക്കപ്പെടുന്നത്. ഈ രീതിയിലൊക്കെ നാം പരസ്യം ചെയ്യലും അതുപോലെ കച്ചവടം ചെയ്യലും, എൻ്റെ പ്രിയപ്പെട്ടവരെ, നാം പരിശുദ്ധമായ ഇസ്ലാം ഇതിനെക്കുറിച്ച് എന്താ പറയുന്നത്? കച്ചവടക്കാരൊക്കെ നിങ്ങളൊക്കെ വലിയ ഭാഗ്യവാന്മാരാണ്. നിങ്ങളൊക്കെ നല്ല രീതിയിൽ കച്ചവടം ചെയ്താൽ നാളെ പരലോകത്ത് സ്വർഗത്തിൽ മുത്തായ റസൂലിൻ്റെ അടുത്താണ് നിങ്ങൾക്ക് സീറ്റൊക്കെ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അപ്പോൾ ചിലപ്പോൾ ഇത് അറിയില്ലായ്മ കൊണ്ട് ചെയ്യുന്നതാണ്, എന്നാലും ഇത് ഗൗരവമുള്ള വിഷയമാണ്. ഇത് നിങ്ങളെ വേദനിപ്പിക്കാൻ വേണ്ടിയല്ല, നിങ്ങളുടെ ഒരു ചെറിയൊരു ബോധ്യപ്പെടുത്താൻ. ഇസ്ലാം അങ്ങനെയാണല്ലോ, വേദനിപ്പിക്കുകയല്ല ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ്. അപ്പോൾ ഈ 10 രൂപ എന്നുള്ള രീതിയിൽ, കാരണം ഇത് സത്യമാണല്ലോ, 10 രൂപ എന്ന് പറയും, അവിടെ പോയ സമയത്ത് സംഭവം വേറെയായിരിക്കും. ഇങ്ങനെ ഒരു രീതിയിൽ പറയുമ്പോൾ നാം വിചാരിക്കും, നാം കളവ് പറഞ്ഞിട്ടില്ലല്ലോ, 10 രൂപക്ക് തന്നെയാണല്ലോ 1 kg പഞ്ചസാര കൊടുക്കുന്നത്. കാരണം അങ്ങനെ വാദിക്കാനും തെളിവുണ്ട്. മനസ്സിൽ അങ്ങനെ ഒരു നല്ലൊരു ചിന്താഗതിയും വരും, നിങ്ങളെ വഞ്ചിച്ചതല്ല, സത്യസന്ധമായി പറഞ്ഞതാണ് എന്ന് തോന്നും. എന്നാൽ ഈ രീതിയിലുള്ള കച്ചവടത്തിനെ കുറിച്ചൊക്കെ ഇസ്ലാം വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു തആല വൈലുൽ മുത്തഫിഫീൻ ഇദക്താലു അലന്നാസി എസ്തൗഫുൻ എന്ന ആയത്തിലൂടെ പറയുന്നത്, ഈ അളവിലും തൂക്കത്തിലും കുറവ് വരുത്തുക എന്ന് പറഞ്ഞാൽ സത്യത്തിൽ കുറവ് വരുത്തുക എന്നുള്ളതാണ്. സത്യസന്ധതയിൽ കുറവ് വരുത്തുന്നതിനെക്കുറിച്ചും അവർക്കും നാശമുണ്ട് എന്നാണ്. നോക്കൂ, ഇങ്ങനെയുള്ള കച്ചവടത്തിനെ കുറിച്ച് എന്താ പറയുന്നത്? ഇതിനെക്കുറിച്ച് പരിശുദ്ധ ദീൻ ഓഫർ എന്നല്ല പറയുക. പരിശുദ്ധ ദീൻ ഇതിനെക്കുറിച്ച് വ്യക്തമായി പറയുന്നത് വഞ്ചന എന്നാണ്. മൻ ഖശന ഫലൈസ മിന്ന, വഞ്ചിക്കുന്നവൻ നമ്മിൽപ്പെട്ടവനല്ല, അതൊരു മുസ്ലിമിൻ്റെ സ്വഭാവമല്ല, ഒരു മുസ്ലിം അങ്ങനെ ചെയ്യില്ല എന്നാണ്. ചിലപ്പോൾ നമ്മുടെ അറിയില്ലായ്മയാണെങ്കിൽ നാം ഇതിനൊരു പരിഹാരം കണ്ടെത്തേണ്ടതുമുണ്ട്. നോക്കൂ, കച്ചവടത്തിൽ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഖറർ, അതായത് അസ്പഷ്ടത ഒരിക്കലും പാടില്ല. അസ്പഷ്ടത എന്ന് പറഞ്ഞാൽ സ്പഷ്ടമല്ലാത്ത ഒരു വ്യാപാരം ഒരിക്കലും ചെയ്യാൻ പാടില്ല. പരസ്യം ചെയ്യുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യം, ഉപഭോക്താക്കളെ തെറ്റിദ്ധരിപ്പിക്കുന്ന പരസ്യം പരിശുദ്ധ ദീനിൽ ഹറാമാണ്. അവരിങ്ങനെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടല്ല. ഇപ്പോൾ ഈ ഷാലു എന്ന് പറയുന്ന ഈ ആൾ ചെയ്യുന്ന ഈ ഒരു പരസ്യം, ഇയാൾ ചിലപ്പോൾ പാവം അറിവില്ലാതെ കൊണ്ട് ചെയ്യുന്നതായിരിക്കാം ഇതിൻ്റെ ഗൗരവം. അതുകൊണ്ട് ഇനി മുതൽ ആവർത്തിക്കാതിരിക്കാൻ വളരെ ഗൗരവത്തോടെ ശ്രദ്ധിക്കണം. ഇങ്ങനെ ഈ രീതിയിൽ പരസ്യം ഒരിക്കലും പാടില്ല, ഇത് ഹറാമാണ്. കാരണം യൂട്യൂബിലൂടെ നിങ്ങൾ അധ്വാനിക്കുന്നത് കഷ്ടപ്പെട്ട് ഉണ്ടാക്കുന്നതാണ്. ഒരു വീഡിയോ ഒരു മിനിറ്റോ അല്ലെങ്കിൽ 30 സെക്കൻഡോ ആയിരിക്കാം, പക്ഷെ അതിൻ്റെ പിന്നിൽ വലിയ കഷ്ടപ്പാടുണ്ട്. അതൊരു ജോലിയാണ്, അതൊരു അധ്വാനമാണ്. അങ്ങനെ അധ്വാനിക്കുമ്പോൾ നിങ്ങൾക്ക് അന്ന് കിട്ടുന്ന വരുമാനമൊന്നും ഹറാമിൽ നിന്ന് വരില്ല. അങ്ങനെ അധ്വാനിക്കും. പക്ഷെ ഹറാം ഈ രീതിയിൽ, കാരണം ഹറാം പറഞ്ഞുകൊണ്ടുള്ള രീതിയിൽ, അല്ലെങ്കിൽ ഹറാമായ വീഡിയോസുകൾ ചെയ്തിട്ട് അതിലൂടെ കിട്ടുന്ന സമ്പാദ്യം, അത് പരിശുദ്ധ ദീനിൽ ഹറാമാണ്. നോക്കൂ, ഇങ്ങനെ സ്പഷ്ടതമല്ലാത്ത ഖററായ പരസ്യങ്ങൾ തീർച്ചയായും ഇത് ഉപഭോക്താക്കളെ തെറ്റിദ്ധരിപ്പിക്കുന്ന പരസ്യമാണ്. ഈ പരസ്യം പരിശുദ്ധ ദീനിൽ ഹറാമാണ്. നിബന്ധനകൾ മറച്ചു വെച്ചുകൊണ്ടുള്ള ഇടപാട് അത് അസാധുവാണ്. നിബന്ധനകൾ മറച്ചു വെക്കുക എന്ന് പറഞ്ഞാൽ വലിയ അക്ഷരത്തിൽ 10 രൂപ എന്ന് എഴുതാം, വലിയ അക്ഷരത്തിൽ 10 രൂപ എന്ന് എഴുതാം. പഞ്ചസാര, മറ്റുള്ള തക്കാളി, അതിൻ്റെ ഫോട്ടോകൾ വെച്ച് 10 രൂപ എന്ന് എഴുതാം. എന്നിട്ടോ അതിൻ്റെ താഴെ ചെറിയതായി 500 രൂപയ്ക്ക് സാധനങ്ങൾ വാങ്ങിയാൽ മാത്രം എന്നുള്ളത് ചെറുതാക്കി എഴുതാം. ഇത് ഖററാണ്, സ്പഷ്ടമല്ലാത്തതാണ്. ഇത് നിബന്ധന മറച്ചു വെക്കുന്നതിൽ പെടും. അങ്ങനെയുള്ള കച്ചവടം, അങ്ങനെയുള്ള പരസ്യം അത് പാടില്ലാത്തതാണ്. ഒരിക്കലും ചെയ്തു പോകരുത്. വ്യാപാരം എന്നുള്ളത് എൻ്റെ പ്രിയപ്പെട്ടവരെ ലാഭം മാത്രമല്ല, അത് വിശ്വാസമാണ് എന്നുള്ളത് നാം മനസ്സിലാക്കണം. വിശ്വാസം തകർന്നാൽ ബിസിനസ് വളരില്ല, ഉറപ്പാണ്. ലാഭം നേടാം, പക്ഷേ ജനങ്ങളെ വിശ്വാസം തകർക്കുന്ന രീതിയിലുള്ള അവതരണങ്ങൾ, അത്തരത്തിലുള്ള വിഷയങ്ങൾ ഒരിക്കലും ഇസ്ലാം അതിന് അനുവദിക്കുന്നില്ല. ഇനി അറിയാതെ ഇത്തരത്തിലുള്ള കാര്യം ചെയ്തതാണെങ്കിൽ
തീർച്ചയായും ജനങ്ങളോട് തുറന്നു പറയണം ഈ കാര്യം. എന്നാൽ വിശ്വാസം തിരിച്ചെടുക്കാൻ സാധിക്കും. വ്യാപാരത്തിൽ വീണ്ടും ലാഭങ്ങളുണ്ടാകും. ഇങ്ങനെയുള്ള രീതിയിൽ നാം ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും പരിശുദ്ധ ദീൻ വളരെ ഗൗരവത്തോടു കൂടി കണ്ടിട്ടുണ്ട്. കച്ചവടം ചെയ്യുന്നവർക്ക് വലിയ സ്ഥാനമുണ്ട് നാളെ പരലോകത്തൊക്കെ, നല്ല രീതിയിൽ. വളരെ പ്രിയപ്പെട്ടവർ, ഇന്നലെ നോക്ക്, ഈ വീഡിയോയിൽ കാണുന്ന ഒരുപാട് ആളുകൾ പോയി. ഞാൻ തന്നെ പോകാൻ ഇറങ്ങിയാണ്. ഞാൻ വാട്സപ്പിലൂടെ ഇത് വന്നിരുന്നു. ഞാൻ രക്ഷപ്പെട്ടത് എങ്ങനെയെന്ന് പറഞ്ഞാൽ, പള്ളിയിൽ റമദാൻ മാസത്തിലേക്ക് പ്രത്യേകിച്ച് പറയേണ്ടതില്ലല്ലോ, പള്ളിയിൽ തന്നെ ഇമാം ജമാഅത്തിനൊക്കെ കൃത്യമായി വേണം. കാരണം ഒരുപാട് ആളുകൾ വരുമല്ലോ റമദാനാകുമ്പോൾ. അപ്പോൾ ഇന്നലെ സർ ഉസ്താദ് വന്നപ്പോൾ ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഒന്ന് കാണുന്നുണ്ടല്ലോ വാട്സപ്പിൽ 10 രൂപ എന്ന് പറഞ്ഞിട്ട് പഞ്ചസാരക്കൊക്കെ. അപ്പോൾ സർ ഉസ്താദ് പറഞ്ഞു അത് നോക്കേണ്ടി വരും. കാരണം 10 രൂപ എന്ന് പറയുമ്പോൾ അത് നടക്കുന്ന കാര്യമല്ല. എനിക്കും തോന്നി, ഞാനും പറഞ്ഞു അങ്ങോട്ട്. കാരണം 10 രൂപ എന്ന് പറയുമ്പോൾ കച്ചവടക്കാർ തന്നെ പോയി ആ സാധനങ്ങളെല്ലാം വാങ്ങിയിട്ട് അവരുടെ കടയിൽ പോയി കച്ചവടം നടത്തുമല്ലോ. അങ്ങനൊന്നും മറ്റു ജനങ്ങൾക്ക് അത് കൈകിട്ടാനും പ്രയാസമുണ്ട്. കാരണം അങ്ങനെ ഒരു സത്യസന്ധമാണെങ്കിൽ അവർ തന്നെ പെട്ടെന്ന് അവരുമായി ഡീൽ ചെയ്ത് പെട്ടെന്ന് അത് കാര്യങ്ങൾ അവർ ഏറ്റെടുക്കുമല്ലോ എന്ന് ഞാൻ പറഞ്ഞു. ആ സമയത്താണ് നമ്മുടെ മുഅല്ലിം ഉസ്താദ് ഇങ്ങനെ കടന്നു വരുന്നത്. കാരണം അവരപ്പോൾ ലീവിലാണ്, ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വരും. അങ്ങനെ വന്നപ്പോൾ അയാളോടും പറഞ്ഞു, ഇതാ ഇങ്ങനെ ഒരു ഓഫർ കിടക്കുന്നുണ്ട്, നമുക്കൊന്ന് പോയി വാങ്ങിയാൽ എന്തെന്ന്. അപ്പോൾ അയാൾ പറഞ്ഞു, അത്ര ദൂരം എന്തിനാണ് പോകുന്നത്, നമ്മുടെ ഇവിടെ തൊട്ടടുത്ത സ്ഥലത്ത് റിലയൻസിലുണ്ടല്ലോ 9 രൂപയ്ക്കാണ് പഞ്ചസാര, 1 രൂപ ലാഭമാണല്ലോ എന്ന്. 9 രൂപയൊക്കെ റിലയൻസില്ലേ. അയാൾ പറഞ്ഞു അതിന് നിബന്ധന ഉണ്ട്, ഇത്ര സാധനം വാങ്ങിയാൽ 1 കിലോ പഞ്ചസാരക്ക് ഇത്ര 9 രൂപയാണ് എന്ന്. ഇപ്പം അതുപോലെ ഒരു നിബന്ധന അവിടെ തീർച്ചയായും ഉണ്ടാകുമെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നി അതായിരിക്കാൻ കൂടുതൽ സാധ്യതയുള്ള വിഷയമാണ്. കാരണം ആ പറയുന്ന വാക്കിൽ കൃത്യതയുണ്ട് എന്ന് മനസ്സിലായി. ഇപ്പോൾ ഇന്ന് രാവിലെ നോക്കുമ്പോൾ ഉസ്താദ് തന്നെ ഒരുപാട് വീഡിയോസുകൾ നടത്തി. ഈ വീഡിയോസുകൾ ഉസ്താദ് തന്നെയാണ് എനിക്ക് അയച്ചു തരുന്നത്. ഇന്നലെ ഞാൻ സംസാരിച്ച വിഷയത്തെക്കുറിച്ച് ഇന്ന് ഉസ്താദ് വാട്സപ്പിലൂടെ അയച്ചു തരുന്നു. കാരണം ഇതാണ് സംഭവം കൃത്യം. അപ്പോൾ ഇത് അസ്പഷ്ടതയാണ്, ഇത് പരിശുദ്ധ ദീനിൽ പാടില്ലാത്ത കാര്യമാണ്. നാം കച്ചവടം ചെയ്യുന്നവരൊക്കെ എല്ലാത്തിനും ദീനിൽ നിയമങ്ങൾ, കച്ചവടം എങ്ങനെ ചെയ്യണം, തൊട്ടിൽ മുതൽ കട്ടിൽ വരെ, കടപ്പറയിൽ പോലും അല്ലേ പരിശുദ്ധ ദീൻ പറയുന്നുണ്ട്. ഭാര്യയോടുള്ള സമീപനം അല്ലേ, എല്ലാത്തിനും ഇസ്ലാം വളരെ കൃത്യം സ്പഷ്ടമായി പറഞ്ഞു. ആ രീതിയിലൊക്കെ പോയാൽ നമ്മുടെ കച്ചവടമൊക്കെ വമ്പിച്ച ലാഭത്തിലെത്തും. ഇഹത്തിനും പരത്തിനും നമുക്ക് അതുകൊണ്ട് വലിയ ലാഭം നേടാൻ സാധിക്കും. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല അതൊക്കെ പഠിച്ച് തന്നെ നാം ചെയ്താൽ നമുക്ക് വലിയ അനുഗ്രഹമാണ്. അതോടൊപ്പം നമ്മുടെ മനസ്സിനൊരു സന്തോഷവുമാണ്. പരസ്യം ചെയ്യുന്നവരെ നിങ്ങൾ ശ്രദ്ധിക്കണം. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പരസ്യം ഈ രീതിയിൽ ചെയ്യരുത്. ഈ രീതിയിൽ പരസ്യം ചെയ്യൽ ഹറാമാണ്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല കാത്ത് രക്ഷിക്കട്ടെ. അറിയാതെ ചെയ്തു പോയിട്ട് അല്ലാഹു പൊറുത്തു കൊടുക്കട്ടെ. അപ്പോൾ അറിയാതെ ചെയ്തതാണെങ്കിൽ തുറന്ന് ഈ കാര്യം പറഞ്ഞ് ആ വിശ്വാസം തിരിച്ചെടുക്കുക, ഇനി മുതൽ ആവർത്തിക്കാതിരിക്കുക. നാം ഈ തെറ്റിദ്ധാരണ അവരോട് പറഞ്ഞാൽ തീർച്ചയായും നാം അവരുടെ മുമ്പിൽ ദുർബലരായൊന്നും പോകില്ല. നമ്മുടെ അത് മുസ്ലിമിൻ്റെ ഒരു സ്വഭാവമാണ്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.